ഞാൻ വീടുണ്ടാക്കുന്ന സമയത്തും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നാണമില്ലാത്ത ആളുകളല്ലേ ബഹുഭൂരിപക്ഷം ആളുകള്. ഉസ്താദേ, എത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, 5 വർഷം കൊണ്ട് ഗഡുക്കളായി അടച്ചു വീട്ടിയാൽ മതി. 5 അല്ല 50 വർഷം നിങ്ങൾ താമസം തന്നാലും ഈ രൂപത്തിലുള്ള നയാ പൈസ വേണ്ട. നല്ല പൊരുത്തത്തോടെ കടം തരാൻ പറ്റിയവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് അവര് പറഞ്ഞ അവധിക്ക് മുമ്പ് കടം വീട്ടിയിട്ട് വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് നല്ല റാഹത്തോടെ പൊരുത്തപ്പെട്ട് സാവകാശം നിർമ്മിച്ചതാ. ഇപ്പൊ പെട്ടെന്ന് പണി തീരണം, ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് തീരണം, അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ ഒരു ഇമേജ് കുറവാണ് എന്നും കണ്ടിട്ട് ലക്ഷക്കണക്കിന് ഇങ്ങോട്ട് വാങ്ങിയിട്ട് റജബ് മാസത്തിൽ തുടങ്ങിയ പണി റമദാനൊന്നാകുമ്പോഴേക്ക് തീർന്നിട്ട് ശവ്വാലില് വീട് കൂടിപ്പോയി. കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോ കുറച്ചൊക്കെ കടമുണ്ട്. എവിടുന്നാ കടന്ന് ചോദിക്കുമ്പോ കുടിച്ച വെള്ളം തുപ്പണോന്ന് തോന്നിപ്പോവുകയാണ്, ഛർദിച്ചു മാറ്റണോന്ന് തോന്നിപ്പോവുകയാണ്. കുറച്ച് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, പതുക്കെ പതുക്കെ അടച്ചു തീർക്കുന്നു. ഇത്ര തിരക്ക് കൂട്ടേണ്ട ഒരു സംഗതിയാണോ? കഴിവിനനുസരിച്ച് ഘട്ടം ഘട്ടമായി എടുത്താ പോരെ സഹോദരങ്ങളെ. 5-6 വർഷങ്ങൾ പണിപ്പെട്ട് വീടെടുക്കുന്ന നല്ല ഫക്കീറന്മാരായ മുസ്കീന്മാരായ സാധുക്കളായ ആളുകളെ കണ്ടിട്ടില്ലേ? 5 വർഷത്തെ അധ്വാനം കൊണ്ട് ഒരുക്കി ചൂട്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി 4 സെന്റോ 5 സെന്റോ, പിന്നെ ഒരു വർഷം കഴിഞ്ഞു പതുക്കെ കുറച്ചിങ്ങനെ പണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു തറ കെട്ടിയിട്ട് പിന്നെ പതുക്കെ അങ്ങനെ പണി തുടങ്ങിയിട്ട് പാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടാൻ പോകുന്ന നേരത്ത് അൽഹംദുലില്ലാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കാനില്ല. റാഹത്തോടെ ബിസ്മീൻ ചൊല്ലി അങ്ങ് കയറുമ്പോ, അല്ലെങ്കിൽ അവിഹിത മാർഗത്തിലായിട്ട് സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത നല്ല റാഹത്തുള്ള വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോ എന്തൊരു ബറക്കത്താ. അതിനുള്ള പാകത്തിനുള്ള എടുത്താൽ മതി, പിന്നെ കഴിവിനനുസരിച്ച് അങ്ങനെ വലുതാക്കിയാൽ മതിയല്ലോ. അത്ര ബുദ്ധിമുട്ട്. മക്കൾ ഇങ്ങനെ കൂടി വന്നു, അതിനനുസരിച്ച് വലുതാക്കിയാൽ മതി. ഒറ്റയടിക്ക് തന്നെ വലുതാക്കിയെങ്കിലേ വലുതാകുള്ളൂന്നുണ്ടോ? അങ്ങനൊന്നുമില്ലല്ലോ. പഴയ കാലത്ത് നിങ്ങൾ വീട് കണ്ടിട്ടില്ലേ? വീട്ടിലെ ആളുകൾ ഇങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച് റൂമുകൾ അങ്ങനെ കൂട്ടി അങ്ങനെ എടുക്കും. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് കേടുകൾ വരുമ്പോൾ ആ ഭാഗം ഒന്ന് പൊളിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കും. അങ്ങനല്ലേ പഴയ കാലത്തുള്ള വീടുകളൊക്കെ? അങ്ങനെ ചെയ്താൽ പോരുന്ന അവരും ഈ ദുന്യാവിൽ തന്നെയല്ലേ ജീവിച്ചു, നമ്മുടെ ഈ ദുന്യാവിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ചെയ്താൽ പോലും എന്തിനാ ധൃതി കൂട്ടുന്നത്? അതുകൊണ്ട് ഒറ്റ പൈസ വാങ്ങി പോകരുത്.